കൗണ്ടബിൾ സെറ്റ്സ്, അതിന്റെ എക്സാമ്പിൾസ്, അതുമായിട്ട് കണക്ഷൻ ആയിട്ടുള്ള തിയറംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളൊക്കെയും കൗണ്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റുകളൊക്കെയും അൺകൗണ്ടബിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്തു. രണ്ട് സെറ്റുകൾ കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ യൂണിയൻ കൗണ്ടബിൾ ആണ്. യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഇസ് അഗെയിൻ കൗണ്ടബിൾ. അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ നമ്പേഴ്സ് ഒരു ബൈജക്ഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതും കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട് ബൈജക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സബ്ജക്ഷൻ ഉണ്ടായാലും മതി, നമുക്ക് ആ സെറ്റ് കൗണ്ടബിൾ ആണ് എന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ എക്സാമ്പിൾസിലൂടെ പോയി. നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, n ക്രോസ് n, ഇതൊക്കെ കൗണ്ടബിൾ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇനി അൺകൗണ്ടബിൾ സെറ്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൂവ് ദാറ്റ് ക്ലോസ് ഇന്റർവൽ 0 1 is uncountable. അപ്പൊ ഇത് അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്യാണ്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് ദിസ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ ആണെങ്കിൽ n എന്ന ഇങ്ങോട്ടൊരു ബൈജക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിലെ എലമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ അതിലാണ് നോക്കുന്നത്. Then elements of closed interval 0 1 can be arranged as a sequence. Say Xn. ക്ലോസ് ഇന്റർവൽ 0 1 എലമെന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലോസ് ഇന്റർവൽ 0 1 എലമെന്റ്സ് നമുക്ക് ഡെസിമൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. 0 പോയിന്റ് എന്നുള്ള രീതിയിൽ ഈ ഓരോ നമ്പേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത്ര പറയുന്നത് ക്ലോസ് ഇന്റർവൽ 0 1 ഏത് നമ്പർ എടുത്താലും നമുക്ക് അതിന് ഡെസിമൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 0 പോയിന്റ് ഒരു b1 b2 b3 എക്സെട്ര എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അത് ചിലപ്പോ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആവാം, എവിടെയെങ്കിലും എൻഡ് ചെയ്യുന്ന ഡെസിമൽ ആവാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ ആവാം. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ എന്തായാലും 0 പോയിന്റ് b1 b2 b3 എക്സെട്ര എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൽ b1 b2 b3 എല്ലാം 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലുമൊക്കെ ഡിജിറ്റുകളായിരിക്കും. ആ രീതിയിലുള്ള റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. അങ്ങനെ ഇവർക്ക് ഓരോരുത്തർക്കും ആ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. ക്ലോസ് ഇന്റർവൽ 0 1 ഓരോരുത്തർക്കും ഡെസിമൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ ക്ലോസ് ഇന്റർവൽ 0 1 എല്ലാവരെയും സീക്വൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. x1 x2 x3 എക്സെട്ര ആണ്. അപ്പൊ ഇവർ ഓരോരുത്തരും ഇതേപോലെയുള്ള ഡെസിമൽ റെപ്രസെന്റേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് ഇവരൊക്കെയാണെന്ന് വിചാരിക്കുക. അതായത് x1 എന്നുള്ളതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ ഇതാണെന്ന് വിചാരിച്ചോളൂ. 0.a11 a12 a13 a14 എക്സെട്ര. ഈ a11 a12 എല്ലാം 0 1 2 3 എക്സെട്ര 9 വരെയുള്ള ആരൊക്കെയോ ആണ്. അതേപോലെ x2 എന്നുള്ളതിന് ഡെസിമൽ റെപ്രസെന്റേഷൻ ഒരു a21 a22 a23 a24 എക്സെട്ര എന്ന് വിചാരിക്കാം.
ഇതും 0, 1, 2 ഒക്കെ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഈ A11 A22 ഓരോന്നും. പിന്നെ എഴുതാൻ ഇത്രയും നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ഈ പാറ്റേണിൽ എഴുതുന്നു മാത്രമേ ഉള്ളൂ. ആൻഡ് x3 is equal to 0.A31 A32 etc. A33 etc. x4 എന്നുള്ളത് 0.A41 A42 A43 A44 etc. ഇങ്ങനെ ഓരോ. ഇനി ഇവിടെ ചെയ്യുന്നത് ഇതിലൊന്നും പെടാത്ത ഒരു പുതിയ നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ പുതിയൊരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പുതിയ നമ്പർ എഴുതുന്ന പാറ്റേൺ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. y is equal to 0 പോയിന്റ് ഏതൊക്കെയാണ് A1 A2 A3 എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. 0 പോയിന്റ് എന്ന് എഴുതുകൊണ്ട് തീർച്ചയായും ആ നമ്പർ ഈ y ഏതിന്റെ അകത്തുള്ളതാണ്? ക്ലോസ് ഇന്റർവൽ 01 പക്ഷേ ക്ലോസ് ഇന്റർവൽ 01 നമ്പേഴ്സിന് നമ്മളിങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. x1 x2 x3 എക്സെട്ര. ആ x1 ഓരോരുത്തരും ഡെസിമൽ റെപ്രസെന്റേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നമ്പർ ഞാൻ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന നമ്പർ ക്ലോസ് ഇന്റർവൽ 01 പക്ഷെ ഇതിൽ ഒന്നിനും പെടില്ല. ഈ സീക്വൻസ് ആയിട്ട് എഴുതിയിരിക്കുന്ന x1 x2 x3 ഒന്നിനും പെടാത്തൊരു നമ്പറാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഈ സീക്വൻസ് ആയിട്ട് എഴുതി എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആയി. ശരി, എന്തുകൊണ്ട് ഇതിലൊന്നും പെടില്ല നോക്കുക. ഇതിന് എഴുതിയിരിക്കുന്ന 0.A1 A2 A3 എക്സെട്ര A1 ഏതാണ്? A1 is 7 അല്ലെങ്കിൽ 2 ആണ്. ഇവരൊക്കെയും 0 മുതൽ 9 വരെയുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുന്നു ഈ ഇവർ ഓരോരുത്തരും ഒന്നുകിൽ 7 ആണ് അല്ലെങ്കിൽ 2 ആണ്. ഇനി A1 7 ആണോ 2 ആണോ? A1 7 ആവും if A11 is less than or equal to 5. A11 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു A1. അപ്പൊ x1 എന്ന് പറയുന്ന നമ്പറിന്റെ ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതുന്ന പുതിയ നമ്പറിന്റെ അകത്തുള്ള A1 എഴുതുന്നത്. അപ്പൊ ഈ നമ്പർ ഈ ഡിജിറ്റ് 5നേക്കാൾ ചെറുതാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുമ്പോ 7 എഴുതും. അതേസമയം ഈ A11 5നേക്കാൾ വലുതാണെങ്കിൽ എന്റെ A1 എന്ന് പറയുന്നത് 2 ആണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാണ്. ഈ x1 എന്ന് പറയുന്ന നമ്പർ 0.524379 and x2 is the number 0.73924 ഇങ്ങോട്ട് പോകുന്നുണ്ട്. and x3 is the number 0.12121212 and x4 is the number 0.5213 and x5 is the number 0.111111. ഇങ്ങനെ ക്ലോസ് നമ്പർ 01 ഓരോരുത്തരും നമ്മളിങ്ങനെ ലിസ്റ്റ് എഴുതുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്റെ y is the number ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0. നോക്കുക, ഇതില് A11 അത് 5 ആണ്. 5 ആണെങ്കിൽ A11 അല്ലേ ആ പൊസിഷൻ. A11 less than or equal to 5 ആകുമ്പോൾ എന്റെ ഇവിടുത്തെ നമ്പർ 7. Now അതേപോലെ A2 നോക്കുന്നത് A22 അനുസരിച്ചാണ്. A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് ഓഫ് x2 ആണ്. അതിനനുസരിച്ചാണ് നോക്കുന്നത്. A22 less than or equal to 5 ആകുമ്പോൾ A2 is 7. 5നേക്കാൾ കൂടുതലാണെങ്കിൽ A2 is 2. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ കേസിലാണെങ്കിൽ അടുത്ത പ്ലേസ് 3 ആണ്. 3 ആണെങ്കിൽ again 7. വീണ്ടും A3 നോക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാ? A33 ബേസ് ചെയ്തിട്ടാണ്. A33 ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെയാണ് A33 is 1. A33 1 ആയതുകൊണ്ട്
വീണ്ടും എന്തെഴുതുന്നത് 7. അടുത്തത് 3 വീണ്ടും 7. അടുത്ത പ്ലേസ് നോക്കും 1 2 3 4 5 again 7. x6 0.1314987 ആയിരുന്നെങ്കിൽ 1 2 3 4 5 6 അപ്പൊ 8 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് 2 ആയി. അപ്പൊ ഇങ്ങനെ I is equal to 1 2 3 etc. അപ്പൊ ഇങ്ങനെയാണ് പുതിയ നമ്പർ ഞാൻ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ നമ്പർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രത്യേകത y x1 ആവില്ല. കാരണം x1ന്റെ ഫസ്റ്റ് പ്ലേസിലും ഇവിടുത്തെ ഫസ്റ്റ് പ്ലേസും രണ്ടും രണ്ടായിരിക്കും. ഫസ്റ്റ് ഡിജിറ്റ് പ്ലേസിൽ അത് ശരിയാവാത്ത രീതിയിലാണ് നമ്മൾ ഈ നമ്പർ ഡിഫൈൻ ചെയ്തത്. അതേമാതിരി x2ന്റെ സെക്കൻഡ് പ്ലേസും ഇവിടുത്തെ സെക്കൻഡ് പ്ലേസും രണ്ടും രണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്പർ ഏതും ആവില്ല, x2 ആവില്ല. ആൻഡ് y എന്ന് പറയുന്ന നമ്പർ ഏതും ആവില്ല, x3 ആവില്ല. y എന്ന് പറയുന്ന നമ്പർ x4 ആവില്ല. y എന്ന നമ്പർ xn ആവില്ല. ഏത് പ്ലേസിലെ ഡിഫറൻസ് വരും? nth പ്ലേസിലെ ഡിഫറൻസ് വരും. nth ഡിജിറ്റ് ഡെസിമൽ പ്ലേസിൽ ഡിഫറൻസ് വരും. nth ഡെസിമൽ പ്ലേസിൽ ഇവിടെ 5നേക്കാൾ ചെറുതോ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നത് 7 ആയിരിക്കും. 5നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നത് ഏതായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ എന്തായാലും ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. y is a number that we constructed which is none among x1 x2 x3 etc. So that's a contradiction. Clearly y belongs to 0 1, but y differ from each xi I is equal to 1 2 3 etc. at ഏത് പോയിന്റ് ആ ഡിഫറൻസ് വരുന്നത്? ith decimal place. That's a contradiction. To the arrangement of closed interval 0 1 as a sequence. സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തു എന്ന് പറയുന്നതിന് ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. Therefore നമുക്ക് പറയാം ക്ലോസ് ഇന്റർവൽ 0 1 is, നമ്മൾ എന്തുകൊണ്ടാ ഈ കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം അസ്യൂം ചെയ്തു ക്ലോസ് ഇന്റർവൽ 0 1 is countable എന്ന് അസ്യൂം ചെയ്തു. It is uncountable. ഇപ്പോ ക്ലോസ് ഇന്റർവൽ 0 1 അൺകൗണ്ടബിൾ ആണ്. ഒരു സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റുകളൊക്കെയും ഏതായിരിക്കും? അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ക്ലിയർലി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് അൺകൗണ്ടബിൾ. അതിന്റെയും സൂപ്പർ സെറ്റ് ആണ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അതും തന്നെയാണ് അൺകൗണ്ടബിൾ ആണ്. ഇനി കൗണ്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് അറിയാവുന്നത് നാച്ചുറൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്, z ഇന്റിജേഴ്സ് കൗണ്ടബിൾ ആണ്, റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. അതേപോലെ രണ്ട് സെറ്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ യൂണിയനും എന്ത് തന്നെയാണ്? കൗണ്ടബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് r minus q സെറ്റ് ഓഫ് ഇറാഷണൽസ്, ആ സെറ്റിന്റെയും യൂണിയൻ ക്യൂബ് എടുത്താൽ നമുക്ക് 6 കിട്ടും. അപ്പൊ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെങ്കിൽ ക്യൂ ഓൾറെഡി നമുക്കറിയാം കൗണ്ടബിൾ ആണെന്ന്. അപ്പൊ രണ്ട് കൗണ്ടബിൾ സെറ്റ്സിന്റെ യൂണിയൻ ഏതാവണം? കൗണ്ടബിൾ ആവണം. അപ്പൊ 6 ഏത് വരണം? കൗണ്ടബിൾ ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ കിട്ടിയ 6 ഏതാണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം r മൈനസ് ക്യൂ എന്തെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പോയതുകൊണ്ടാണ്, കൗണ്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിനർത്ഥം r മൈനസ് ക്യൂ ഏതായിരിക്കണം? അൺകൗണ്ടബിൾ ആയിരിക്കണം. So set of irrational numbers r minus q uncountable ആയി. അപ്പോൾ കുറെ കൗണ്ടബിൾ സെറ്റ്സും കുറെ അൺകൗണ്ടബിൾ സെറ്റ്സും നമുക്ക് കിട്ടി. ക്ലോസ് ഇന്റർവൽ 0 1 അൺകൗണ്ടബിൾ ആണ്. തീർച്ചയായും ഓപ്പൺ ഇന്റർവൽ 0 1 ഏത് തന്നെയായിരിക്കണം? അൺകൗണ്ടബിൾ ആയിരിക്കണം. മീൻസ് ഇന്റർവെൽസ് ഒക്കെയും ഇതേപോലെ നമുക്ക് പറയാവുന്ന ഇന്റർവെൽസ് ഒക്കെയും ഏതാണ്?
അൺകൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ അൺകൗണ്ടബിൾ സെറ്റുമായിട്ട് കണക്ഷൻ ആയിട്ട് ഒരു തിയറം കൂടെ, അപ്പൊ അതോടെ ഈ സെക്ഷൻ അവിടെ തീരും. നോക്കാം തിയറം, കാന്റേഴ്സ് തിയറം. തിയറത്തിന് ഒരു പേരുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും പേരുള്ള തിയറംസ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ തിയറം എത്രയാണ്? ഇഫ് എ is any set, then there is no subjection of A onto P of A of all subsets of A. ഇതിനാണ് പവർ സെറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എ എന്ന് പി ഓഫ് എയിലേക്ക് സബ്ജക്ഷൻ പോസിബിൾ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെറിയ കേസ് ഒന്ന് കൺസിഡർ നോക്കാം. സെറ്റ് 1 2. അപ്പൊ ഇതിന്റെ പി ഓഫ് എ എ ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ഉണ്ടാവുന്നത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? 2 എലമെന്റ്സ് ആണെങ്കിൽ 2 raised to 2, 2 raised to n സബ്സെറ്റ്സ് ഉണ്ടാവും എന്നാ പറയാം. അപ്പൊ 2 raised to 4 എലമെന്റ്സ് ഉണ്ടാവും. One set is a null set and one is singleton set, then 2 and 1 2. ഇവിടെ നിങ്ങളുടെ സബ്ജക്ഷൻ പോസിബിൾ അല്ല എന്നാ പറഞ്ഞത്. സബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. അപ്പൊ അത് ഇവിടെ പോസിബിൾ അല്ല. രണ്ടാമത്തെ സെറ്റ് വലുതാണ്. അപ്പൊ അവിടുന്ന് അവിടെ എല്ലാവർക്കും പ്രീ ഇമേജ് വേണമെങ്കിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ഇമേജ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഫംഗ്ഷൻ അല്ലാതെ വരും. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള കേസാണ്. If A is finite, അപ്പൊ തീർച്ചയായും ഇവിടെ ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഫസ്റ്റ് സെറ്റ് ഇൻഫൈനൈറ്റ് ആവുന്ന സമയത്താണ്. ശരി, നമുക്ക് പ്രൂഫിലോട്ട് പോവാം. ഇവിടെയും മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. If possible, suppose that phi is a subjection from A to P of A. അപ്പൊ എ എന്ന് പി ഓഫ് എയിലോട്ടുള്ള ഒരു സബ്ജക്ഷൻ ആണ് ഫൈ എന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ട്, പി ഓഫ് എ ഉണ്ട്, ദിസ് ഇസ് പി ഓഫ് എ. ഇവിടുന്ന് അങ്ങോട്ടുള്ള മാപ്പിംഗ് ആണ് ഫൈ. അപ്പൊ ഇവിടെ എല്ലാം സബ്സെറ്റുകളാണ്, കുറെ സെറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം 7 സബ്സെറ്റുകളാണ്. Then for A belongs to A, ഇവിടെ ഒരാള് A ഞാൻ എടുത്താൽ phi of A എന്ന് പറയുന്നത് ഇമേജ് സെറ്റ്, ഇമേജ് ആണ്. ആ ഇമേജ് ഇവിടെ ഒരു സെറ്റ് ആണ്. phi of A is a subset of A. അപ്പൊ ചെറിയൊരു പ്രശ്നം ഉള്ളത്, ഇതാണ് phi of A. അപ്പൊ phi of A എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റാ. എയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോ എയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിന്റെ അകത്തുണ്ടാവുക, എയിലുള്ള കുറച്ച് പേര്. അപ്പൊ ഈ പറഞ്ഞ എ, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ചിലപ്പോ ഈ സെറ്റിന്റെ അകത്ത് ഉണ്ടാവാൻ, ഇത് എയുടെ സബ്സെറ്റ് അല്ലേ, ഇതിന്റെ അകത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കും. So there are 2 possibilities. Yes, either A belongs to phi of A or A does not belongs to phi of A. അപ്പൊ ഇത് ഓരോ ആളുകളുടെ കേസിലും ഇതേ കാര്യം സംഭവിക്കും. ഇവിടെ ഉള്ള ഒരാളുടെ ഇമേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് phi of A എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ആ സെറ്റിന്റെ അകത്ത് ഈ പറഞ്ഞ മെമ്പർ ഉണ്ടാവും, ഇല്ലാതിരിക്കും. ഇതില് 1 എന്ന് പറഞ്ഞ മെമ്പർ ഉണ്ടെങ്കിൽ phi of 1 എന്ന് പറഞ്ഞ ഇവിടെ ഒരു സെറ്റാണ്. ആ phi of 1ന്റെ അകത്തുള്ള ആളാവാൻ ചിലപ്പോൾ ഇത് 1 അല്ലാതെ വരും. അപ്പൊ ഇത് മൊത്തം കൺഫ്യൂഷൻ വരാവുന്ന ഒരു പ്രൂഫാണ്, പക്ഷെ കുറച്ചേ ഉള്ളൂ. Now define capital D is equal to set of all A belongs to such that A does not belongs to phi of A. ഞാനൊരു സെറ്റ് ഫോം ചെയ്യാണ്. അത് ഏതിന്റെ സബ്സെറ്റാ? എയുടെ സബ്സെറ്റ് ആണ്. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഡി. ഡി is the set of all A belongs to A such that ഇതിലെ ആളുകളുടെ
ഫൈ ഓഫ് എ എടുത്താൽ അതിൻ്റെ അകത്ത് ആ എ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇല്ലാത്ത എകളുടെ കളക്ഷനാണ്. ടി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള എകളുടെ ഒക്കെ പ്രത്യേകത അവരുടെ ഇമേജുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇമേജുകൾ തീർച്ചയായും സബ്സെറ്റ്സ് ഓഫ് എ ആണ് ഇവിടെയുള്ള സെറ്റുകളായിരിക്കും. പക്ഷെ ആ സെറ്റിന്റെ അകത്ത് നോക്കിയാൽ ആ പെർട്ടിക്കുലർ എലമെന്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുടെ കളക്ഷനാണ് ഇത് ഡി എന്നുള്ളത്. അപ്പൊ ആ ഡിയുടെ ഡെഫിനിഷൻ മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഡി is the set of all A belongs to capital A such that A does not belongs to phi of A. Now ഈ ഡി എന്ന് പറയുന്നത് ഏതൊരു സബ്സെറ്റാ? എയുടെ സബ്സെറ്റാ. എയുടെ സബ്സെറ്റ്സിന്റെ കളക്ഷൻ അല്ലേ ഈ പി ഓഫ് എ. അപ്പൊ ഇതിൽ ഏതോ ഒരു സെറ്റ് ആവില്ലേ ഡി. Since D is a subset of A, D belongs to P of A. So D ഈ പവർ സെറ്റിന്റെ ഒരു മെമ്പർ ആയി മാറും. എയുടെ സബ്സെറ്റ് ആണ് ഒരു കാര്യം, സബ്സെറ്റ്സിന്റെ കളക്ഷൻ ആണ് പി ഓഫ് എ. പി ഓഫ് എയുടെ ഒരു മെമ്പർ ആയിരിക്കുന്നത് ഡി. ഇനി നോക്കുക, ഫൈ ഇസ് എ സർജക്ഷൻ, ഓൺ ടു മാപ്പ്. ഓൺ ടു മാപ്പ് ആകുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവും. ഇവിടെയുള്ള എല്ലാ സെറ്റുകൾക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിക്കും എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവും. Also, phi is a surjection from A on to phi of A. From A on to P of A. Therefore, ഇവിടെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവണം, ഡിക്കും എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം. Therefore, there exists A naught belongs to A such that phi of A naught is equal to D. അപ്പൊ ഇത് ഇവിടുത്തെ പി ഓഫ് എ ഒരു മെമ്പർ ആണ്, ഫൈ എന്ന് പറയുന്ന ഒരു സബ്ജക്ഷൻ ആണ്. അപ്പൊ ഇതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. ആ പ്രീ ഇമേജിനെ ഞാൻ ഏതെന്ന് വിളിക്കുകയാണ്? എ നോട്ട് എന്ന് വിളിക്കുകയാണ്. സോ എ നോട്ട് is the പ്രീ ഇമേജ് of D under the function phi. So for corresponding to D of the set D in the right side, there is an element A naught belongs to A such that phi of A naught is D. ഇനി അപ്പൊ എ നോട്ട് ഏലുള്ള ആളാണ്. എ നോട്ടിന്റെ ഇമേജ് ആണ് ക്യാപിറ്റൽ ഡി. എ നോട്ട് ഏലുള്ള ആളാണ്. ഡി ഏതിന്റെ ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. വീണ്ടും അടുത്ത കേസ്, ഈ എ നോട്ട് ഡിയിൽ ഉണ്ടാവാം. എ നോട്ട് ഡിയിൽ ഉണ്ടാവാന്ന് പറയുന്നത് എ നോട്ട് എയിലാണല്ലേ, എയുടെ സബ്സെറ്റ് അല്ലേ ഡി. എയിലെ കുറച്ച് ആളുകൾ ചേർത്ത് വെച്ചിട്ടല്ലേ ഡി. അപ്പൊ ഈ പറഞ്ഞ എ നോട്ട് ചിലപ്പോ ഈ ഡിന്റെ അകത്ത് ഉണ്ടായിക്കൂടെ? ഉണ്ടാവും, ഇല്ലാതെ ഇരിക്കാം. Again, two possibility. For A naught, ഏതൊക്കെയാ two possibility? If A naught belongs to D, if A naught belongs to D, D എന്ന് പറയുന്നത് A നോട്ടിന്റെ ഇമേജ് അല്ലേ. So A naught belongs to phi of A naught. വീണ്ടും ഒന്നുകൂടെ ഇതിലോട്ട് പോവാം. ഏതാണ് സെറ്റ് ഡി? A does not belongs to phi of A വരുന്ന എകളുടെ സെറ്റാണ്.
അപ്പൊ ഈ ഒരൊറ്റൊരു കേസിൽ നിന്ന് എ നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് ആണ്. അപ്പൊ എ നോട്ട് ഏതിൽ ഉണ്ടാവില്ല, ഡിയിൽ ഉണ്ടാവും. ഇവിടെ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ, എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് ആണെങ്കിലാണ്, അതായത് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് ആവുമ്പോഴേ അത് ഏതിലുണ്ടാവുള്ളൂ, ഡിയിൽ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഇംപ്ലൈസ് എ നോട്ട് ഏതിലില്ല, ഡിയിലില്ല. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് എ നോട്ട് ഡിയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ, അവസാനം എ നോട്ട് ഏതിലും ഇല്ലാതെ ഡിയിലില്ല. കോൺട്രഡിക്ഷൻ. ഇതേപോലെ ഇഫ് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി, രണ്ട് പോസിബിലിറ്റി എ നോട്ടിനുള്ളത്, എ നോട്ട് ബിലോങ്സ് ടു ഡി, എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി. വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതി വയ്ക്കാം, എ നോട്ട് ബിലോങ്സ് ടു ഡി ഓർ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി വരെ. ഇഫ് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി, ദാറ്റ് ഇംപ്ലൈസ് എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട്. ഡി എന്ന് പറഞ്ഞ ആരാ, ഡി എന്ന് പറഞ്ഞ ആരാണ്, എ നോട്ടിന്റെ ഇമേജ് അണ്ടർ ഫൈ ആണ്. അപ്പൊ ഫൈ ഓഫ് എ നോട്ട് ആണ് ശരിയത് ഡി. എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി എന്ന് പറഞ്ഞാൽ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട്. ഇനി വീണ്ടും ഇതിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ ആണെങ്കിൽ ആ എ ഏതിലുള്ള ആളാണ്, ഡിയിലുള്ള ആളാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് മാത്രം നോക്കുക, എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ നോട്ട് എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്തായി, ഈ കാര്യം മാത്രം വെച്ച് നോക്കുമ്പോൾ എ നോട്ട് ബിലോങ്സ് ടു ഡി ആയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി ഇല്ല, ഇപ്പൊ വീണ്ടും എ നോട്ട് ബിലോങ്സ് ടു ഡി ആയി. എഗെയിൻ കോൺട്രഡിക്ഷൻ. അപ്പൊ രണ്ട് കേസിലും കോൺട്രഡിക്ഷൻ കിട്ടി. ഏതിന് കോൺട്രഡിക്ഷൻ കിട്ടി? എ നോട്ടിന് രണ്ട് പോസിബിലിറ്റി ഉള്ളത്, ഒന്നെങ്കിൽ എ നോട്ട് ബിലോങ്സ് ടു ഡി അല്ലെങ്കിൽ എ നോട്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡി. ഈ രണ്ട് കേസിലും കോൺട്രഡിക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുകൊണ്ടായി കോൺട്രഡിക്ഷൻ ഒക്കെ കിട്ടിയത്? നമ്മൾ അസംപ്ഷൻ റോങ്. എന്താ അസംപ്ഷൻ? If possible, suppose that phi is a surjection from P of A. There is a surjection from P of from A to P of A എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആയി. So എന്ന് പറയാം. Therefore, assumption is wrong. Surjection is not possible from A to. ഒന്നുകൂടെ നോക്കുക, എ എവിടെ ഉണ്ട്, ഓപ്പോസിറ്റ് എവിടെ ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സർജക്ഷൻ പോസിബിൾ അല്ലാന്ന. സർജക്ഷൻ പോസിബിൾ ആണെന്ന് വിചാരിക്കുക, ഫൈ ഒരു സർജക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയുള്ള ആളുകളിലൊക്കെ ഇമേജുകൾ ഉണ്ടാവും റൈറ്റ് സൈഡിൽ. പക്ഷെ റൈറ്റ് സൈഡ് എല്ലാം സെറ്റുകളാണ്. എ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞ ഒരു സെറ്റാണ്. ആ സെറ്റ് എന്ന് മാത്രമല്ല, അത് എയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എ ഈ പറഞ്ഞ ഈ ഫൈ ഓഫ് എയിലെ മെമ്പർ ആവാം, അല്ലാതെ. ആ ഒറ്റ കാര്യത്തിന് ബേസ് ചെയ്ത് നമ്മൾ ഒരു ഡി എടുക്കുന്നു. ഡി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഫൈ ഓഫ് എ. ആ ഇമേജ് സെറ്റിന്റെ അകത്ത് ഇല്ലാത്ത ആളുകളുടെ കളക്ഷൻ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളുകളുടെ കളക്ഷൻ ആണ് ഏതെടുത്തത്, ഡി എന്നെടുത്തത്. അപ്പൊ ഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഡി ഏതിന്റെ സബ്സെറ്റാ, എയുടെ സബ്സെറ്റ് ആണ്. എയുടെ സബ്സെറ്റ് ആകുമ്പോൾ അത് പി ഓഫ് എയിൽ ഉണ്ട്. പി ഓഫ് എയിൽ ഉണ്ടെങ്കിൽ സർജക്ഷൻ ആണല്ലോ ഫൈ. അപ്പോ അണ്ടർ ഫൈ ഡിക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ആ പ്രീ ഇമേജിനെ നമ്മൾ എ നോട്ട് എന്ന് വിളിച്ചു. സോ എ നോട്ട് ഇസ് ദ പ്രീ ഇമേജ് ഓഫ് ഡി, അല്ലെങ്കിൽ ഫൈ ഓഫ് എ നോട്ട് ഏതാണ്, ഡി ആണ്. ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി, അല്ല ഫൈ ഓഫ് എ നോട്ട് ബിലോങ്സ് ടു എന്നല്ല പറഞ്ഞത്. എ നോട്ടിന്റെ ഇമേജ് ആണ് ഡി. ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി. എവിടെയെങ്കിലും എഴുതി വെച്ചാണ് ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി. ഫൈ ഓഫ് എ നോട്ട് ഇസ് ഡി. ഇനി ഈ എ നോട്ടിന് രണ്ട് പോസിബിലിറ്റി. ഈ എ നോട്ട് ഡി എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ഡിയിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എ നോട്ട് ഡിയിൽ ഉണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ നോട്ട്. അപ്പൊ എ നോട്ട് ഏതിലായി, ഫൈ ഓഫ് എ നോട്ടിൽ. എ നോട്ട് ഫൈ ഓഫ് എ നോട്ടിൽ ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ പ്രകാരം എ നോട്ട് ഏതിൽ ഉണ്ടാവാൻ പാടില്ല, ഡിയിൽ ഉണ്ടാവാൻ പാടില്ല. സോ കോൺട്രഡിക്ഷൻ. ഇനി എ നോട്ട് ഡിയിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എ നോട്ട് ഡിയിൽ ഇല്ല എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്താൽ എ നോട്ട് ഏതിലില്ല, ഡി ആരാ, ഫൈ ഓഫ് എ നോട്ട്. So A naught does not belongs to phi of A naught. A naught does not belongs to phi of A naught. ഈ കണ്ടീഷൻ വെക്കുമ്പോൾ A naught ഏതിൽ ഇല്ലാന്നായി, സോറി ഏതിലുണ്ട്, A naught ഡിയിലുണ്ട്. So again contradiction. Contradiction വരാനുള്ള കാരണം assumption wrong. So answer. So അതോടെ genuinable, countable, uncountable Cantor's theorem ഇവിടെ കംപ്ലീറ്റ് ആവും.